മീശ പഠിക്കാൻ കാശില്ലാതിരിക്കുകയും മുണ്ട് തെറ്റി ഉടുക്കുകയും ബട്ടൻസ് തെറ്റിച്ചിടുകയും ചെയ്യുന്നവൻ്റെ കാര്യമല്ല. അവൻ്റെ ഇരിപ്പ് കാണാൻ അവൻ പാവത്താനൊന്നുമല്ല, അവൻ വലിയ വിഷമാ, പിന്നെ പരുവക്കേട് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാ. അവൻ്റെ 10 രൂപ കിട്ടട്ടെ അവൻ്റെ നാനിനാറ പറയാം. അതാണ്, അവൻ പാവമൊന്നുമല്ല ആണെന്ന്. ഒന്നുമില്ലാത്തവനല്ല. എന്തേലും നന്മ കിട്ടുമ്പോൾ ചിലരുടെ, എല്ലാവരുമല്ല, ചിലരുടെ അഹങ്കാരം കണ്ടിട്ടില്ലേ? പണ്ട് ഒരു ഗതിയില്ലാത്ത ഒരുത്തനെ ഞാനും കൂടെ ഉണ്ട്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പെയ്ത്തോമിൽ, ഞാനും ഉണ്ട്, പെയ്ത്തോമിലോട്ടാണ് ചെന്നത്. അപ്പോൾ അവർ പെട്ടെന്ന് കയറി ചെന്നതല്ലേ ഉച്ചയ്ക്ക്. ഞാൻ പറഞ്ഞതാ പോകണ്ട, നമുക്ക് വെളിയിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചേച്ചങ്ങ്. എൻ്റെ ആളാന്ന് പറഞ്ഞു. നിർബന്ധിച്ച് എന്നെയും കൊണ്ടുപോയി. അപ്പം അവിടെ ചെന്ന് കഴിച്ചപ്പോഴേ പെട്ടെന്ന് കയറി ചെന്നതല്ലേ ഫെയ്ത്തോമിലോട്ട്. അവർ നല്ല മനസ്സോടെ ഭക്ഷണം തന്നു. അത് സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ കഴിക്കുകയല്ലേ വേണ്ടേ. അപ്പോൾ ആ മാന്യ കർത്തൃദാസി ചമ്മന്തിയും പെട്ടെന്ന് അരച്ച് വേറെ ഏതാണ്ട് 1-2 കൂട്ടാനുണ്ട്. ആ കൂടെ ഈ ഉണക്കക്കുറിച്ചി കൊണ്ടുവന്ന് വറുത്ത് നല്ലതായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. അപ്പം ഇങ്ങേര് പറഞ്ഞ ഈ വന്ന കാലത്ത് ആരാ ഉണക്കക്കുറിച്ചി? അവർ എണ്ണയ്ക്കകത്ത് ഇട്ട് കുറിച്ച് നന്നായിട്ട് വറുത്ത് തന്നതാ. ഇയാളുടെ കൊച്ചിലെ ഇയാൾ കുട്ടൻ കരിയിലേക്കകത്തോട്ട് ചുട്ടു തിന്നവനാ. അഹങ്കാരം കണ്ടോ? കനലിപ്പോലും അല്ല, കരിയലേക്കകത്ത്, കൊക്കോയുടെ കരിയല. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഉച്ചയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞു കയറി ചെന്നതും പോരാ, അവർ തന്നതും പോരാ. അത് സന്തോഷത്തോടല്ലേ ചെയ്യണ്ടേ? അയ്യോ നന്നായിരിക്കുന്നു അതല്ലേ ചെയ്യണ്ടേ? തറ അഹങ്കാരമുള്ള കുറെ എണ്ണം. ഒരിക്കലേ ഒരു സഹോദരി, എനിക്കും അറിവുള്ളതാ, ആ സഹോദരിയും കൂടെ വേറൊരു സുവിശേഷ വേലക്കാരാ, അവർക്ക് ഡ്രസ്സ് കൊടുത്തു. അവരുടെ സാഹചര്യം അനുസരിച്ച് കൊടുത്തു. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഈ ചുരിദാറാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഇവിടെ ഇങ്ങോട്ട് ഇച്ചിരി കീറി അതിൻ്റെ കൂടെ ഇച്ചിരി പൈസയൊക്കെ കൊടുത്തു. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. എടുത്ത് എറിഞ്ഞേച്ച് പറഞ്ഞു അവക്ക് കൊണ്ട് കൊടുത്തേക്കാൻ. ഞാനിങ്ങനെ കീറിയതൊന്നും കൊടുത്ത കാശ് കൊടുത്തില്ല. എൻ്റെ കയ്യിലാ പൊതിഞ്ഞ് തന്നത് തിരിച്ചു കൊണ്ട് കൊടുത്തേക്കാൻ ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നപ്പം. അപ്പം പൊതി എന്നാന്ന് എനിക്കറിയത്തില്ല, ഇന്ന ആടയെ കൊടുത്തേക്കാൻ പറഞ്ഞു. പിന്നീട് ആ വീട്ടുകാരാ പറഞ്ഞ് ഞാനിത് അറിഞ്ഞത്. അത്ര അഹങ്കാരം പിടിച്ചതൊക്കെ. എൻ്റെ വല്യമ്മച്ചി ഒരു പഴഞ്ചൊല്ല് പറയാം, അത്ര നല്ലതല്ല, എന്നാലും അമ്മച്ചി പറയും, എടാ കുണ്ട് കാണാത്തച്ചി കുണ്ട് കണ്ട കുണ്ടെല്ലാം ദേവലോകം. എരഗതിയും പരഗതിയില്ലാതെ കിടന്നവനൊക്കെ ദൈവം നന്മ കൊടുക്കുമ്പോൾ മിക്കതിനും അഹങ്കാരമാണ്. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ ഒന്നുകൂടെ വിനയപ്പെട്ടോണം. ദൈവമേ ഞാനിതിന് യോഗ്യനല്ലായിരുന്നു. അയോഗ്യതയുള്ളവളല്ല, അവിടുത്തെ കരുണയാ, അവിടുത്തെ കൃപയാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠനാമര, ഉപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠൻ, ഒപ്പമിരുത്തിയതെന്നയും അത്ഭുതം നരകൊപ്പമിരുത്തിയതെന്നയും അത്ഭുതം മനുവേല വന്ദനം മണ്ണിലേഖനായി അനുജാതിക്കായി വന്നത ഉന്നതാധിപ മനുവേല വന്ദനം.
വരുമ്പോൾ വിനയപ്പെടുക എന്നുള്ളതാണ്. അവിടെ മുമ്പോട്ട് പോകാം. സഭയ്ക്കകത്ത് പക്ഷം പിടിപ്പിക്കരുത്, ഗ്രൂപ്പിസം ഉണ്ടാക്കരുത്. സഭ ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്ന, പക്ഷം പിടിപ്പിക്കുന്ന, സഭയ്ക്കകത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരുത്തനെയും ദൈവം വിടുകയല്ല. കാരണം നീ ദൈവത്തോടാണ് കയറി കളിക്കുന്നത്. നിനക്കിപ്പോൾ ഒരു സഭയെ നിൽക്കാൻ താല്പര്യമില്ല, അവിടെ നിന്ന് മാറിയേക്കണം, അവിടെ നിന്ന് മെനക്കേടൊപ്പിക്കരുതെന്ന്, അവിടെ കിടന്നേ കുരുക്കൊപ്പിക്കരുത്. ഒരു നടക്ക് പോകുകയാണ്. എത്ര എണ്ണത്തിൻ്റെ കേസാണ് നമുക്കറിയാവുന്നേ. നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാമല്ലോ. സഭ ദൈവത്തിൻ്റെതാണ്. 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് ഡിവിഷൻ പാടില്ല. 2-3 അധ്യായത്തിലെ 3 ടൈപ്പ് ആൾക്കാരെ എടുത്തു പറയുക: ആത്മീകനും, പ്രാകൃതനും, ജഡീകനും. 2-14-15 വായിച്ചേ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ഒന്നാമത്തെ കക്ഷിയാ. പിന്നെ ദൈവാത്മാവിന് ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവന് ഉപദേശം ഒന്നും ഇഷ്ടമല്ലല്ലോ. അത് അവന് ദോഷത്വമാകുന്നു. അവന് ഉപദേശം പറയുമ്പോ ഇവനിരുന്ന് വിളിക്കുന്ന കാണാം. ആത്മീയമായി നിർത്ത് സഹോദരിയും സോണിയായേ. ഉപദേശം പറയുമ്പോൾ ഒന്നേന് ഇവനെ ഇറങ്ങിപ്പോകും, അല്ലെ ഉപദേശം പറയുമ്പോൾ ഇവൻ അശ്രദ്ധയോടിരിക്കും, അല്ലെ ഉപദേശം പറയുമ്പോൾ ഇവൻ മൊബൈലിൽ തോണ്ടും. സ്റ്റേജിലിരുന്ന് തോണ്ടുന്ന ആൾക്കാരെ എത്ര എണ്ണത്തിന് എനിക്കറിയാം. നമ്മൾ ഉപദേശം പറയുക, അവനിതൊന്നും വിഷയമല്ല. അവനിങ്ങനെ കണ്ടർകാള കളിച്ച് നടക്കണം. എന്നാ മുഖത്തൊരു സന്തോഷമില്ലാത്ത എന്തേലും ഉണ്ട്? ഇപ്പൊ പറയണം, കല്യാണത്തിന് പറയുമ്പോൾ ഇപ്പോൾ മൗനമായിരിക്കുന്നത് പോലെ. ദൈവത്തിന് മഹത്വം. ദൈവദാസന്മാർ പ്രാർത്ഥിച്ച് ദൂതൊരുക്കി ഉപദേശം പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടമല്ല. അവൻ പ്രാകൃതനാന്ന്. ഒന്നുകൂടെ വായിച്ചേ സോണിയ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവനിതൊന്നും വിഷയമല്ല. അവനെ കൺവെൻഷൻ വരുമ്പോൾ, ക്രൂസൈഡ് വരുമ്പോൾ മുടുത്ത ബാഡ്ജുമൊക്കെ കെട്ടി ഒരു വലിയ മുട്ടറ്റുള്ള ജിബാ വിട്ട് ഇങ്ങനെ ടാറ്റ അടിച്ചത് ആയി ബാബ നിൽക്കുമ്പോൾ ഇവനിതൊന്നും വിഷയമല്ലെന്ന്. എല്ലാവരും ആരാധിക്കുമ്പോൾ ഇവൻ ആരാധിക്കത്തില്ലോ. ഇവൻ അന്നേരം നത്തുകുത്തിയിരിക്കുമ്പോൾ ഇരിക്കുക. എല്ലാവരും പാട്ട് പാടുമ്പോൾ ശ്രദ്ധിക്കത്തില്ല, പാടത്തില്ലല്ലോ, കൈയടിക്കത്തില്ലല്ലോ. തിരുമേശിയായിട്ട് വരുമ്പോൾ ഇവൻ നിൽക്കുകയല്ലോ, ട്രാഫിക് പോലീസ് നിൽക്കും പോലെ. ഇവനിതൊന്നും വിഷയമല്ലെന്ന്. ഇവൻ എങ്ങനെ ഇതിനകത്ത് കയറി 10 പുത്തൻ ഉണ്ടാക്കണം, ഇവന്റെ കാര്യം നടക്കണം, ഇവന്റെ വെമ്പിളയുടെയും പിള്ളേരുടെയും കാര്യം നടക്കണം. ഇതാണ് ഒരാൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇപ്പൊ സഭയുടെ ചുമതലയുണ്ടോ? ഓ ഇപ്പോൾ ഇല്ല. ഞാൻ ചോദിച്ചു, പിള്ളേര് പറഞ്ഞു നീ ചെയ്യണ്ടെന്ന്. പിള്ളേര് വെളിയിലോട്ട് പോയി. അപ്പൊ പിള്ളേര് പറഞ്ഞു, ഡാഡി ഇനിയും പഴയതുപോലെ അതിനാ. പിള്ളേര് ഇപ്പൊ ഒരു നല്ല സെറ്റപ്പ്. അപ്പൊ പിള്ളേരെ സെറ്റപ്പിലാക്കാൻ ആ പുള്ളി ഇത്രയോ നാൾ ഈ വെളച്ചിൽ കാണിച്ചേ. എന്റെ സഹോദരന്മാരോട് പറയാം, മരണം വരെ ശുശ്രൂഷിച്ചോണം. ആയുസ്സും ആരോഗ്യവും തരുന്ന കാലം വരെ. പിള്ളേര് പറഞ്ഞെന്നും പറഞ്ഞ് നീ പുസ്തകം മടക്കി വെച്ച ചിരിക്കരുത്. എത്ര എണ്ണത്തിന് എനിക്കറിയാം പിള്ളേര് പറഞ്ഞെന്ന്. അപ്പൊ പിള്ളേരെ ഒരു നിലയിലാക്കാനാണ് നീ മെയിൻ സഭയെല്ലാം സെൻട്രൽ പാസ്റ്ററെ, ഓവർ സൂപ്രണ്ടിനെ എന്താ ഇസ്കി അടിച്ച് ദൈവത്തിന് മഹത്വം. പിള്ളേര് പറഞ്ഞു ഇനി മേലെയൊന്നും. ഇപ്പൊ പിള്ളേരുടെ വേലയായിരുന്നു. എന്റെ സഹപാഠന്മാരോട് പറയാം, മരണം വരെ വേല ചെയ്തോണം. ആയുസ്സും ആരോഗ്യവും ഓർമ്മയുണ്ടെങ്കിൽ കണ്ണടയുന്നത് വരെ. പിള്ളേര് പറഞ്ഞു, പെമ്പള പറഞ്ഞു, പെമ്പളാട് അനിയത്തി പറഞ്ഞു, അപ്പുറത്ത്. അതൊന്നും അങ്ങനെ അല്ല ഈ വേല. മനസ്സിലായോ? ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. മണ്ണിടത്തിൽ പേടിഞ്ഞു, ഓ മണ്ണിടത്തിൽ നമ്മെ ഓർത്ത് ഉന്നതം പേടിഞ്ഞു വന്ന നന്ദനന്റെ വന്ധ്യപാദം ഇന്നും ഒന്നായി വന്നിച്ചിടാൻ. വന്ധ്യപാദം ഇന്നും ഒന്നായി വന്നിച്ചിടാൻ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണർന്നു രക്ഷകൻ
അവന് സഭയ്ക്കകത്ത് വരുന്ന കിളിമാസ് കളിക്കാനാ. പിന്നെ ചിലർക്ക് 10 പുത്തൻ എങ്ങനെയാലും ഉണ്ടാക്കണം. പൈസ വേണ്ടെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, അതല്ല ലക്ഷ്യം. പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു, തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ ഇത് അടിച്ച് പാടുന്നില്ലേ, എന്നെ അതിന് പാടുന്നേ, ചപ്പളാൻ കെട്ടി അടിച്ച് പാടുക. അപ്പം ഓരോരുത്തരുടെയൊക്കെ ചെല്ലുമ്പോൾ 5 രൂപയും 5 പൈസയും 10 പൈസയും അന്നത്തെ കാലത്ത് കൊടുക്കുക. അപ്പം പാട്ടിൻ്റെ വരി ഇങ്ങനെ തീവണ്ടിയല്ല ഓരോ ബോഗിലും കയറി പാടുക. പഴയതോ പാട്ടാ, സിനിമാ പാട്ടാണോ, നാടകത്തെ ഏതോ ഒരു പാട്ടിൻ്റെ വരി ഇതാ: വണ്ടി വണ്ടി തീവണ്ടി കൂകിപ്പായും തീവണ്ടി. അതിൻ്റെ ഒരു വരിക: ചക്രത്തിന്മേൽ നീ ഓടുന്നു, ചക്രത്തിനായി ഞാൻ ഓടുന്നു. എന്ത് പ്രാസവാ! ചക്രത്തിലല്ലേ? വണ്ടി വണ്ടി തീവണ്ടി. അത് ഇനി എല്ലാ വരിയും മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അമ്മാവയ്ക്ക് അറിയാമോ? ചക്രത്തിന്മേൽ നീ ഓടുന്നു, ചക്രത്തിനായി ഞാൻ ഓടുന്നു. പ്രാകൃതനെ അവൻ ഇതിനകത്ത് കയറി പറ്റിയത് എന്തേലും 2-3 അടിക്കാനാ. അല്ലാതെ അവൻ ആത്മീകമല്ല വിഷയം. അവൻ ആരാധനയും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒന്നും അല്ല അവന് വിഷയം. അപ്പൊ ഇതിനകത്ത് പ്രാകൃതനുണ്ട്. വായിച്ചേ അടുത്തത്. സോണിയ, അവർക്ക് എന്നാ വായിക്കാൻ പടവ് കൊടുക്കാത്തേ? നിങ്ങളെ രണ്ടിനെയും പിടിച്ച് മുന്നിരുത്തിയേച്ച് അമ്മാ വായിച്ചേ. പിന്നെ എന്തിനാ ഒരുങ്ങി കെട്ടി മുന്നിൽ വന്നിരുന്നേ? വായിക്കേ, പെട്ടെന്ന് വായിരേ. അല്ലെ പിന്നെ പറയരുത് യോഗത്തിന് എനിക്ക് അവസരം തന്നില്ലെന്ന്. പെണ്ണുങ്ങളാ നിങ്ങൾ കയറി കൊമ്പ് കൊടുത്താ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പിന്നെ അതവന് ഭോഷത്വമാകുന്നു. പിന്നെ ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ അത് അവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമില്ല. ആത്മികനോ ആത്മീകൻ. അപ്പോൾ 2-ാം അധ്യായത്തിൽ 3-ാം അധ്യായത്തിൽ പറയുക ആത്മീകനും പ്രാകൃതനും. ഇനി 3-ന്റെ 1 മുതൽ വായിച്ചേ. നടുക്കിരിക്കുന്ന അമ്മാമ്മ വായിക്കേ, 3 പേരും വായിക്കും, സഹകരിക്കേ. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് വായിച്ചോ. എന്നതുപോലെയല്ല, ജഡീകന്മാരോടെന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നപോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, അവിടെ ജഡീകനെ രേഖപ്പെടുത്തി. അപ്പോൾ സഭയ്ക്കകത്ത് പ്രാകൃതനുണ്ട്, ആത്മീകനുണ്ട്, ജഡീകനുണ്ട്. പക്ഷേ നീ അവിടെ ഇറങ്ങിയിരിക്കുക. എവിടെ പോകാ? നീ അവിടെ പോയി നീ ഇങ്ങനെ കൂർപ്പണക്ക പോകും പോലെ പോകാം. അങ്ങോട്ട് പോയി അവള് മുടിയാട്ടത്തിന് വന്നത് മുടിയെല്ലാം അടിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സ്വോത്ര കാഴ്ചയ്ക്ക് ഒരു പാട്ട് പാടാൻ നേരം നീ പോയിച്ച് പെട്ടെന്ന് വരണം. ഇപ്പൊ അവിടെ ഇനി അപ്പോൾ സഭയ്ക്കകത്ത് ആത്മീകനുണ്ട്, പ്രാകൃതൻ, ജഡീകൻ. ആത്മീകനെ കണ്ടാൽ അറിയാം, അവൻ ആരാധനയ്ക്ക് വന്നിരുന്നാൽ അറിയാം, അവന്റെ മുഖം കണ്ടാൽ അറിയാം, എന്റെ ഭാഷ അവന്റെ സ്തോത്രം കേൾക്കുമ്പോൾ അറിയാം, അവന്റെ കയ്യടി കാണുമ്പോൾ അറിയാം, അവൻ വന്നാൽ അറിയാം. ഉണ്ടായിരുന്നോന്നൊന്നും ചോദിക്കണ്ട. അവൻ ഫ്രണ്ടിലിരുന്നാല്, പുറകിരുന്നാല്, റോഡിലിരുന്നാല്, സ്റ്റേജിലിരുന്നാല്, പാട്ടുകാരുടെ കൂട്ടത്തിലാന്നാല് അവൻ വന്നാൽ അറിയും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അതിന് മൈക്ക് വെച്ചൊന്നും പറയണ്ട, ആത്മീകം വന്നിട്ടുണ്ടെന്നൊന്നും പറയണ്ട. അവൻ എവിടെ ഇരുന്നാലും അവന്റെ കയ്യടി, പാട്ടും പ്രാർത്ഥനയും കേൾക്കുമ്പോൾ അറിയാം ഇവൻ ആത്മീകനാ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇങ്ങനെയുള്ള ഭിന്നതകളും തർക്കവും പ്രാകൃതനും ഒക്കെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. 4-ാം അധ്യായത്തിൽ പോലെ ചുമ്മാ ഇരുന്നെങ്കിൽ ചീർക്കുക. 4-ാം അധ്യായത്തിൽ വെറുതെ ഇരുന്നെങ്കിൽ വെറുതെ അങ്ങ് വീർക്കുക. കഴമ്പൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ പുള്ളിക്ക് തന്നെ തോന്നുക ഏതാണ്ടൊക്കെ ആയെന്ന്. 4-ന്റെ 18 വായിച്ചേ സോണിയ. ആരെങ്കിലും വായിച്ചോ? 3 പേരില്ലേ? എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല എന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. ചിലരിങ്ങനെ ചുമ്മാ ചീർത്തിരിക്കുക, വീർക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരു ജീവിയുണ്ട്. ഇവിടെ അതിനെ തവളയാ, തവളയുടെ തന്നെ തവള തന്നെ പലതുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഭാഷ പറയാം കുട്ടത്തി മാക്രി. ഇത് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ. നമ്മുടെ ഇടയിൽ ഇപ്പൊ ഒത്തിരി കുട്ടത്തിയുണ്ട്. കുട്ടത്തി അങ്ങനെ ചുമ്മാ ഇരുന്നങ്ങ് വീർക്കുക. ഏതാണ്ടല്ലേ അറിയാം, ഞാൻ ജ്ഞാനിയാ,
പണ്ഡിതനാ, പണ്ഡിത ശിരോമണിയാ. എന്നെ പോലെ അറിവുള്ള ആരും ഇപ്പോൾ തോൽപ്പിക്കണ്ടത് ഇല്ല. ഞാൻ വലിയ വൈസ്രോയിയാ, മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഉപ്പാപ്പനാ. എടാ, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പീത്ത വരെ ഇളകിയാ മതി, നീ തീർന്നു. പൗലോസ് പറഞ്ഞൊരു ഞാൻ കടമെടുക്കുക, ഞെളിയാതെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്, ദൈവത്തെ ഭയപ്പെട്. എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന് പൗലോസിന്റെ ഭാഷയെ പറഞ്ഞ വല്ലതുമാകുന്നെങ്കിൽ കൃപയാ, അവിടുത്തെ മഹാകൃപയാ ഇന്ന് രാത്രി കൂടെ വന്നത്. ഇവിടെ ഇരിക്കുന്നത്, ഈ കൺവെൻഷൻ തുടങ്ങിയത് ദൈവത്തിന്റെ മഹാകൃപയാ. ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക.